ഹലോ, ഞാൻ നിമിഷ. എല്ലാവർക്കും റെയിൽവേ എഞ്ചിനീയറിങ്ങിൻ്റെ 5ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പെർമനൻറ്റ് വേയുടെ കമ്പണൻറ്റ് പാർട്സാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ റെയിൽ എന്ന കമ്പണൻറ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇനി നമുക്ക് സ്ലീപ്പർ എന്താണെന്നും ബലാസ്റ്റ് എന്താണെന്ന് പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റെയിൽ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പെർമനൻറ്റ് വേ എന്നൊരു പോർഷൻ അവസാനിക്കുകയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ലീപ്പർ ആൻഡ് ബലാസ്റ്റ്. ഫസ്റ്റ് സ്ലീപ്പറിനെ കുറിച്ച് പഠിക്കാം. Sleepers are members generally laid transfers to the rails on which the rails are supported and fixed to transfer the loads from the rails to ballast and the subgrade. സ്ലീപ്പർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് മെമ്പറാണ്. റെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോഞ്ചിറ്റ്യൂണൽ മെമ്പറാണ്. അതിന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ സ്ലീപ്പർ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? റെയിൽസിനെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ എന്താണ് റെയിൽമേക്ക് വന്ന ലോഡിനെ നമ്മൾ ബലാസ്റ്റിലേക്കും സബ്ഗ്രേഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനാണ് ആരെ കൊടുക്കുന്നത്? സ്ലീപ്പറിനെ കൊടുക്കുന്നത്. ഓക്കെ, ഫിഗർ ഒന്ന് നോക്കൂ. റെയിൽ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ മെമ്പറും അതിന് 90 ഡിഗ്രിയിലാണ് നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. സ്ലീപ്പറിനെയും റെയിലിനെയും ബന്ധിപ്പിക്കുന്നത് ഫാസ്റ്റനിങ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹോൾഡിംഗ് റെയിൽ ടു കറക്റ്റ് ഗേജ് ആൻഡ് അലൈൻമെൻറ്റ്. ഗേജ് ഡിസ്റ്റൻസ് പഠിച്ചൂലേ, ആ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീപ്പർ കൊടുക്കുന്നത്. അതൊരു ഫംഗ്ഷനാണ്. സെക്കൻഡ് വൺ, ഫേം ആൻഡ് ഈവൻ സപ്പോർട്ട് ടു റെയിൽസ്. റെയിൽസിനെ ദൃഢമായിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നത് ആരാണ്? സ്ലീപ്പറാണ്. ട്രാൻസ്ഫറിങ് ദ ലോഡ് ഈവൺലി ഫ്രം റെയിൽസ് ടു വൈഡർ ഏരിയ ഓഫ് ബലാസ്റ്റ്. റെയിലുമേക്ക് വന്ന ലോഡിനെ ഈവൺലി ഒരുപോലെ ബലാസ്റ്റ് എന്ന വൈഡർ ഏരിയയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫോർത്ത് വൺ, ഇലാസ്റ്റിക് മീഡിയം ബിറ്റ്വീൻ റെയിൽ ആൻഡ് ബലാസ്റ്റ്. റെയിലിനും ബലാസ്റ്റിനും ഇടയിൽ ഒരു ഇലാസ്റ്റിക് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത് സ്ലീപ്പറാണ്. ആൻഡ് ലാസ്റ്റ് വൺ, പ്രൊവൈഡിങ് ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റി. ഇതൊക്കെയാണ് സ്ലീപ്പറിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ, എന്താണ് റിക്വയർമെൻറ്റ്സ്? സ്ലീപ്പറിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദ സ്ലീപ്പേഴ്സ് ടു ബി യൂസ്ഡ് ഷുഡ് ബി എക്കണോമിക്കൽ, ദാറ്റ് ഈസ് ഇനീഷ്യൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് വിൽ ബി ലോ. ഷുഡ് ബി ലോ അല്ലേ? സ്ലീപ്പർ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടണം അല്ലേ? നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂവിനെ ബാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, മോഡറേറ്റ് വെയിറ്റ്, ദാറ്റ് ഈസ് ഈസി ടു ഹാൻഡിൽ. വെയിറ്റ് മോഡറേറ്റ് ആയിരിക്കണം. നമ്മുടെ ലേബേഴ്സിനെ അത് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കണം. അത് വിചാരിച്ച് വളരെ കനം കുറവാവാനും പാടില്ല, വളരെ വെയിറ്റ് കൂടാനും പാടില്ല. അപ്പോൾ വെയിറ്റ് ഒരു ഫാക്ടറാണ്. തേർഡ് വൺ, ഫിക്സിങ് ആൻഡ് റിമൂവിങ് ഓഫ് ഫാസ്റ്റനിങ് ഷുഡ് ബി ഈസി. ഫാസ്റ്റനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീപ്പറിനെ റെയിലായിട്ട് പിടിച്ചു നിർത്താൻ കൊടുക്കുന്ന പാർട്സ്, ഒരു ഐറ്റംസ് ആണ് ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാം. അത് ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഈസി ആയിരിക്കണം. സഫിഷ്യൻറ്റ് ബെയറിംഗ് ഏരിയ ഉണ്ടാവണം, ലോഡ് എടുക്കാനുള്ള ഏരിയ ഉണ്ടായിരിക്കണം സ്ലീപ്പറിനും. ഈസി മെയിൻ്റെനൻസ് ആൻഡ് ഗേജ് അഡ്ജസ്റ്റ്മെൻറ്റ്, മെയിൻറ്റെയിൻ ചെയ്യാനും ഗേജ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കണം. ട്രാക്ക് സർക്യൂട്ട്, അതായത് ഇലക്ട്രിക് ഇൻസുലേഷൻ, കറണ്ടിനെ ഒന്നും കടത്തിവിടാൻ പാടില്ല, അതൊക്കെ പോസിബിൾ ആയിരിക്കണം. ഓക്കെ, അതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്. ഇനി മെറ്റീരിയൽ അനുസരിച്ച് സ്ലീപ്പറിനെ എത്ര തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. അത് ഫസ്റ്റ് വൺ വുഡൻ സ്ലീപ്പറാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഐഡിയൽ സ്ലീപ്പർ എന്നറിയപ്പെടുന്നത് വുഡൻ സ്ലീപ്പറാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസി ടു മാനുഫാക്ചർ ആൻഡ് ഹാൻഡിൽ ചെയ്യാനും ഉണ്ടാക്കാനും മാനുഫാക്ചർ ചെയ്യാനൊക്കെ ഈസിയാണ്. സ്യൂട്ടബിൾ ഫോർ ട്രാക്ക് സർക്യൂട്ടഡ് ഏരിയ അല്ലേ? ട്രാക്ക് സർക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഇൻസുലേഷൻ, അതായത് കറണ്ടിനെ കടത്തിവിടാൻ പാടില്ല. അപ്പോൾ ആലോചിച്ചാൽ കറക്റ്റാണ്. ടിമ്പർ കറണ്ടിനെ കടത്തിവിടില്ല, അപ്പോൾ അതൊക്കെ. ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഓർ വിത്തൗട്ട് ബലാസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ബലാസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് ബലാസ്റ്റ് ഇല്ലാതെയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബലാസ്റ്റിന് നമുക്ക് വുഡൻ സ്ലീപ്പർ യൂസ് ചെയ്യാം. ഫിറ്റിങ്സ് ആർ ഫ്യൂ ആൻഡ് സിമ്പിൾ. ഫിറ്റിങ്സ് വളരെ കുറവാണ്, സിമ്പിൾ ഇൻ ഡിസൈനാണ്. ലാസ്റ്റ് അതിന് മുന്നത്തെ അലൈൻമെൻറ്റ് ക്യാൻ ബി ഈസിലി കറക്റ്റഡ്. അലൈൻമെൻറ്റ് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈസിലി അവൈലബിൾ ഇൻ ഓൾ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയും അവൈലബിൾ ആയിട്ടുള്ളത് ടിമ്പർ സ്ലീപ്പറാണ്. അപ്പോൾ നമ്മൾ ഐഡിയൽ സ്ലീപ്പർ എന്നറിയപ്പെടുന്നത് എന്താണ്? ടിമ്പർ സ്ലീപ്പറാണ്. ഇന്ത്യയിൽ എവിടെയും അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് അത് ഐഡിയൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് ഡിസഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് അതിൻ്റെ പൊട്ടവശങ്ങൾ? ലൈഫ് സ്പാൻ വളരെ കുറവാണ്, 12 to 15 years ആണ്. ലിയബിൾ ടു ഡാമേജ്, പെട്ടെന്ന് കേടാവും. ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അതുമേ നമുക്ക് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. സസീറ്റബിൾ ടു ഫയർ ഹസാർഡ്, പെട്ടെന്ന് തീ പിടിക്കാനുള്ളൊരു കേസും കൂടി നമ്മളിതിൽ കാണണം. ഓക്കെ, ഇനി അടുത്തത് സൈസ് നോക്കാം. ബ്രോഡ് ഗേജ് ആണെങ്കിൽ വുഡൻ സ്ലീപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2750 mm നീളം, 250 mm വീതി, 130 mm ഡെപ്താണ്. നീളം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ബ്രോഡ് ഗേജിൻ്റെ വീതി എത്രയാണ്? 1.676 ആണല്ലേ? അത്രയും ഉണ്ടായിരിക്കും സ്ലീപ്പർ. അത് മാത്രമാണ് ഉണ്ടാവുക? അല്ല, റെയിൽ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് രണ്ട് സൈഡിക്കും കുറച്ച് അലോവൻസ് ഉണ്ടായിരിക്കും. അതാണ് നീളം എന്ന് പറയുന്നത്. അതാണ് 2750. വീതി എന്ന് പറഞ്ഞാൽ ആ വിഡ്ത്ത്, ആ മരത്തിൻ്റെ പലകയുടെ വീതി. ഡെപ്ത് എന്ന് പറഞ്ഞാൽ 130 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത്. ഓക്കെ, അത് ലൈഫ് എന്ന് പറയുന്നത് 19 years ആണ് ബ്രോഡ് ഗേജിന്. മീറ്റർ ഗേജ് ആണെങ്കിൽ 31 years ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ വുഡൻ സ്ലീപ്പർ.
ഓക്കെ, ഇതാണ് നമ്മുടെ വുഡൻ സ്ലീപ്പർ. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ പഠിച്ചപ്പോൾ പറഞ്ഞൊരു ടേമായിരുന്നു CSI അല്ലേ, കോമ്പോസിറ്റ് സ്ലീപ്പർ ഇൻഡെക്സ്. അതെന്തായിരുന്നു ഓർമ്മയുണ്ടോ? 82 CSI നമ്പർ 82നേക്കാളും താഴെയാണെങ്കിൽ നമ്മൾക്ക് ബെയറിംഗ് പ്ലേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താ കാരണം? വുഡിന് ആ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മളൊരു സ്റ്റീലിൻ്റെ ബെയറിംഗ് പ്ലേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു കേസായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ CSI നമ്പർ കണ്ടുപിടിക്കുന്നത് ഒരു ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിലുള്ള FRI ആണ് ഇവർ കണ്ടുപിടിക്കുക, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരത് കണ്ടുപിടിക്കാൻ കുറേ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്. ഒന്ന് എന്താ, ഹാർഡ് വുഡ് ആയിരിക്കണം, ലോഡ് എടുക്കാൻ കഴിയണം, ടിമ്പർ ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല വില കുറവിന് മരം കിട്ടണം. അതൊക്കെ നോക്കിയിട്ടാണ് ഒരു CSI നമ്പർ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടിമ്പറാണ്. പക്ഷെ എന്താ പ്രശ്നം? തേക്കിന് ഭയങ്കര വില കൂടുതലാണ് അല്ലേ. അതുകൊണ്ടാണ് തേക്കിൻ്റെ CSI നമ്പർ ഇത്ര കുറഞ്ഞു പോകാനുള്ള കാരണം. 82 ആണ് തേക്കിൻ്റെ CSI നമ്പർ. അതുകൊണ്ട് തന്നെ നമ്മൾ തേക്ക് യൂസ് ചെയ്യാറില്ല. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് സാലാണ്. 112 ആണ് അതിൻ്റെ കോമ്പോസിറ്റ് സ്ലീപ്പർ ഇൻഡെക്സ് നമ്പർ. ബാക്കിയുള്ള എല്ലാ ടിമ്പറിനും നോക്കി, ചിർ ആയിക്കോട്ടെ, ഡിയോഡാർ ആയിക്കോട്ടെ, ഫിർ ആയിക്കോട്ടെ, 82നേക്കാളും താഴെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടിമ്പറാണ് യൂസ് ചെയ്യണമെങ്കിൽ ബെയറിംഗ് പ്ലേറ്റ് നിർബന്ധമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ പാരാമീറ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സ്ലീപ്പറാണ് കാസ്റ്റ് അയൺ സ്ലീപ്പർ. 2 തരത്തിലുള്ളതാണുള്ളത്, കാസ്റ്റ് അയൺ പോട്ട് ഓർ ബോൾ സ്ലീപ്പറും CST9 സ്ലീപ്പറും. അതിൽ ഇന്ത്യയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് CST9 സ്ലീപ്പറാണ്. CST9ൻ്റെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കണം, എഴുതി വയ്ക്കുക. ഈ ഫോട്ടോയിൽ ഇല്ല അതിൻ്റെ ഫുൾ ഫോം. സെൻട്രൽ സ്റ്റാൻഡേർഡ് ട്രയൽ -9, അതായത് സെൻട്രൽ സ്റ്റാൻഡേർഡ് ട്രയൽ നമ്പർ 9 എന്നാണ് അർത്ഥം. ആ ഒരു കാസ്റ്റ് അയൺ സ്ലീപ്പറാണ് നമ്മൾ കോമൺലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഡ്യൂറബിൾ ആണ്, യൂണിഫോം സ്ട്രെങ്ത് കൊടുക്കും, ഈസി ടു മാനുഫാക്ചർ ആൻഡ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈസിയാണ്, ഗേജ് ക്യാൻ ബി ഈസിലി അഡ്ജസ്റ്റഡ് ആൻഡ് ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈസിയാണ്, ഷുഡ് ബി എക്കണോമിക്കൽ അല്ലേ, ലൈഫ് ലോങ്ങർ ആണ്. 50 മുതൽ 60 വർഷം വരെ കാസ്റ്റ് അയൺ സ്ലീപ്പറിന് ലൈഫ് ഉണ്ട്. അലൈൻമെൻറ്റ് ഈസിലി കറക്റ്റ് ചെയ്യാൻ പറ്റും. നോട്ട് സസീറ്റബിൾ ടു ഫയർ ഹസാർഡ്, ഫയർ ഒന്നും പെട്ടെന്ന് അഫക്റ്റ് ചെയ്യില്ല. ഫ്രീക്വൻറ്റ് റിന്യൂവൽ ഈസ് നോട്ട് റിക്വയർഡ്, ഇടയ്ക്കിടയ്ക്ക് മാറ്റി വേറെ വെക്കേണ്ട ആവശ്യമൊന്നും കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സിന് വരാറില്ല. പിന്നെ എന്താ വെച്ചാൽ ഹൈ സ്ക്രാപ്പ് വാല്യൂ ആണ്. അതായത് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നാശമായി കഴിഞ്ഞാൽ അതിനെ സ്ക്രാപ്പ് ആക്രി എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ് പറയാല്ലേ. അപ്പോൾ ഇതിനെന്താണ്, കാസ്റ്റ് അയണിന് നല്ല സ്ക്രാപ്പ് വാല്യൂ കൂടുതലാണ്. നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോർ ബലാസ്റ്റ് റിക്വയർഡ് ആണ്, കുറേ ബലാസ്റ്റ് വേണം. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് റൂട്ട്, നല്ല സ്പീഡുള്ള റൂട്ടിൽ അത്ര ഉപയോഗിക്കാറില്ല. പിന്നെ ലെസർ ലാറ്ററൽ സ്റ്റെബിലിറ്റി ആണ്. നോട്ട് ഫിറ്റ് ഫോർ ട്രാക്ക് സർക്യൂട്ടഡ് ഏരിയ അല്ലേ, കറണ്ട് കുറച്ച് എടുക്കും ഇത്. അതുകൊണ്ട് തന്നെ കറണ്ട് കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് അത്ര യൂസ് ചെയ്യാൻ പറ്റില്ല. ടൈ ബാർസ് വീക്കൻഡ് ബൈ കൊറോഷൻ, റസ്റ്റ്, നമ്മുടെ സ്ലീപ്പറൊക്കെ പെട്ടെന്ന് കൊറോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫിറ്റിങ്സ് റിക്വയർഡ് ആർ ഗ്രേറ്റർ ഇൻ നമ്പർ, കുറേ നമ്പർ ഓഫ് ഫിറ്റിങ്സ് ആവശ്യമാണ്. ഇനി അടുത്താണ് സ്റ്റീൽ സ്ലീപ്പർ എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ലോങ്ങർ ലൈഫാണ്, 30 മുതൽ 40 വർഷം വരെ ലൈഫ് സ്പാൻ ഉണ്ട്. ബെറ്റർ സ്റ്റെബിലിറ്റി ഉണ്ട്. ലെസർ ഡാമേജ് ആണ് ഉണ്ടാവുക, ഹാൻഡിൽ ചെയ്യുമ്പോഴൊന്നും അത്രയും ഡാമേജ് ഉണ്ടാവില്ല. ഈസി ടു മെയിൻറ്റെയിൻ ഗേജ്, സിമ്പിൾ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഹൈ സ്ക്രാപ്പ് വാല്യൂ ആണ്, നേരത്തെ പറഞ്ഞത്. ദേ ആർ നോട്ട് അറ്റാക്ക്ഡ് ബൈ വെർമിൻസ്, നമ്മുടെ ചെതലും അങ്ങനത്തെ സാധനങ്ങളൊന്നും അറ്റാക്ക് ചെയ്യില്ല, ഒരു അറ്റാക്കും ഉണ്ടാവില്ല സ്റ്റീലുമേ. ദേ ആർ നോട്ട് സസീറ്റബിൾ ടു ഫയർ ഹസാർഡ്, ഫയറും പേടിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇതാണ് സ്റ്റീൽ സ്ലീപ്പർ. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ലൈഫ് സ്പാൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. സ്റ്റീൽ സ്ലീപ്പർ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി ഡിസഡ്വാൻറ്റേജസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ സ്ലീപ്പറിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐഡിയൽ സ്ലീപ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, വുഡൻ സ്ലീപ്പറാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ പോയിന്റുകളൊക്കെ എഴുതി വയ്ക്കുക. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിയബിൾ ഫോർ കൊറോഷൻ, നമുക്ക് എന്താണ് കൊറോഷൻ ഉണ്ടാവാനുള്ള കാര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു കോട്ടിങ് കൊടുത്തിട്ടാണ് സ്റ്റീൽ സ്ലീപ്പർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ഫിറ്റ് ഫോർ ട്രാക്ക് സർക്യൂട്ടഡ് ഏരിയ, കറണ്ട് ഇയാൾ വലിച്ചെടുക്കും, അതുകൊണ്ട് തന്നെ കറണ്ട് കടത്തിവിടുന്ന ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഡെവലപ്പ് ക്രാക്സ് അറ്റ് റെയിൽ സീറ്റ് ഡ്യൂറിങ് സർവീസ്, ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്, ഇതിനെ അപേക്ഷിച്ച് ടിമ്പറിനെ അപേക്ഷിച്ച് ഫിറ്റിങ്സ് ഒക്കെ കൂടുതൽ വേണ്ടിവരും. ഇതാണ് ഒരു സ്റ്റീൽ സ്ലീപ്പർ, കണ്ടോ. സ്റ്റീൽ സ്ലീപ്പറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ കുറച്ച് കൂടുതലാണ്, കൊറോഷൻ വളരെ കൂടുതലുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ഇതിനെ പിന്നെയും യൂസ് ചെയ്യാത്ത ഒരു കണ്ടീഷനൊക്കെ വരുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ, ഇനി നമുക്ക് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ഒന്ന് നോക്കാം. ലോങ്ങർ ലൈഫ് സ്പാൻ ആണ്, 40 to
60 ഇയേഴ്സ് ലൈഫ് സ്പാൻ ഉണ്ട്, ബെറ്റർ സ്റ്റെബിലിറ്റി ഉണ്ട്, ലെസ്സർ ഡാമേജ്, ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ ഡാമേജ് കുറവാണ്, ഈസി ടു മെയിൻറ്റെയിൻ, ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സുഖമാണ്, നോ ചാൻസസ് ഓഫ് ഡാമേജ് ബൈ ഫയർ ഓർ കൊറോഷനോ തീയോ ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല, നോ പോസിബിലിറ്റി ഓഫ് തെഫ്റ്റ്, ആരും അടിച്ചുകൊണ്ട് പോവില്ല. മറ്റേതൊക്കെ എന്താ കോസ്റ്റ്ലിയാണല്ലേ, സ്റ്റീലൊക്കെ സ്ക്രാപ്പ് വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ കേടായി കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെയൊന്നുമില്ല, കുറവാണ്. ഓക്കെ, ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെ നോക്കാം. ഹാൻഡ്ലിങ് ആൻഡ് ലേയിങ് ഈസ് ഡിഫിക്കൾട്ട്, ഭയങ്കര വെയിറ്റ് ആണ്, അതുകൊണ്ട് ഹാൻഡ്ലിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡാമേജ് ഈസ് വെരി ഹെവി ഇൻ കേസ് ഓഫ് ഡിറെയിൽമെൻറ്റ്, അതായത് ഇങ്ങനെ മാറ്റിയൊക്കെ പണിയുമ്പോൾ ഭയങ്കര ഡാമേജിനുള്ള കേസുണ്ട്. നോ സ്ക്രാപ്പ് വാല്യൂ, അത്ര വലിയ വാല്യൂ ഒന്നുമില്ല, സ്ക്രാപ്പ് വാല്യൂ കുറവാണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ മാനുവൽ പാക്കിംഗ്, മാനുവൽ പാക്കിങ്ങിന് അത്രയും സ്യൂട്ടബിൾ അല്ല. ദേ ഡാമേജ് ദ ബോട്ടം എഡ്ജ് ഡ്യൂറിങ് പാക്കിംഗ്, പാക്ക് ചെയ്യണ സമയത്ത് എഡ്ജൊക്കെ ഡാമേജ് ആയി പോകാനുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതാണ് കോൺക്രീറ്റ് സ്ലീപ്പർ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് സ്ലീപ്പർ അത്യാവശ്യം യൂസ് ചെയ്യണതാണ് കേട്ടോ. ഇത്രയാണ് ഇതിൽ നോക്കാനുള്ളത്. നമ്മൾ സ്ലീപ്പർ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ് വുഡും സ്റ്റീലൊക്കെ പഠിച്ചത് അല്ലേ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് സ്ലീപ്പർ ഇൻ എ റെയിൽവേ ട്രാക്ക്. എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ സ്ലീപ്പറിനെ വെച്ചിരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് രണ്ട് തരത്തിലാണുള്ളത്, ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പറും ട്രാൻസ്വേഴ്സ് സ്ലീപ്പറും. ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏർലി ഫോം ഓഫ് സ്ലീപ്പറാണ്. ആദ്യം ഇങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്. കുറേ സ്ലാബൊക്കെ വെച്ചിട്ട് നമ്മൾ റെയിൽ പോണ അതേ ഡയറക്ഷനിൽ അതിൻ്റെ താഴെ സ്ലീപ്പറും കുറേ ലെങ്ത്തിൽ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇടയ്ക്ക് ഓരോ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ സ്ലീപ്പർ പോലെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രാക്കിൻ്റെ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പിന്നീട് അത് ഒഴിവാക്കാണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ റണ്ണിങ് വളരെ റഫായിരുന്നു, സ്മൂത്ത് ആയിരുന്നില്ല. പിന്നെ കോസ്റ്റ് കൂടുതലാണ്, കുറേ ലെങ്ത്തിൽ ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ സ്ലീപ്പർ കൊടുക്കല്ലേ, ലെങ്ത്ത് കോസ്റ്റ് കൂടി വന്നപ്പോൾ പിന്നെ കുറേ നോയ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് ഇത് ഒഴിവാക്കാണ്ടായ കാരണം. ഫിഗർ കണ്ടോ, അതായത് റെയിലിൻ്റെ താഴെ ഫുൾ ലെങ്ത്തിലാണ് സ്ലീപ്പർ കൊടുത്തത്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത്ത് വൈസ്. റെയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പർ അല്ലേ, അതേപോലെയാണ് സ്ലീപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ക്രോസ് മെമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്രോസ് മെമ്പർ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലോഡ് വരുമ്പോൾ എന്താ റെയിൽസ് അടുത്തടുത്ത് വരും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് സ്ലീപ്പർ ഒരെണ്ണം കൊടുത്തത്. പിന്നെ രണ്ടാമത്തെയാണ് ട്രാൻസ്വേഴ്സ് സ്ലീപ്പർ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്ലീപ്പറിനെയാണ് ട്രാൻസ്വേഴ്സ്. ഞാൻ പറഞ്ഞായിരുന്നു റെയിൽ ലോഞ്ചിറ്റ്യൂഡൽ മെമ്പറാണ്, സ്ലീപ്പർ ട്രാൻസ്വേഴ്സ് മെമ്പറാണ് അല്ലേ. 90 ഡിഗ്രിയിലാണ് അത് ലേ ചെയ്തേക്കുന്നത്, റെയിലിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരുന്നത്. ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് UK-ലാണ് 1835. ഹൈലി പോപ്പുലറായി, എല്ലാ പ്രശ്നങ്ങളും ഇതിൽ കൂടെ ഒഴിവായി. ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പർ അപ്പാടെ എന്നിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ ട്രാൻസ്വേഴ്സ് സ്ലീപ്പറിലേക്ക് വന്നത്. ഇതിനാണ് ഈ ട്രാൻസ്വേഴ്സ് സ്ലീപ്പറിലാണ് മെറ്റീരിയൽ അനുസരിച്ച് നമ്മൾ പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, ഇനി അടുത്ത ടേമാണ് സ്ലീപ്പർ ഡെൻസിറ്റി. എന്താണ് സ്ലീപ്പർ ഡെൻസിറ്റി നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത്ത്. റെയിൽ ലെങ്ത്തിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്ലീപ്പർ, ഒരു റെയിൽ ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പർ യൂസ് ചെയ്യാം, അതിൻ്റെ ടേമിനാണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയാം. അത് സ്പെസിഫൈ ചെയ്യുന്നത് M+X ഓർ N+X ആണ്. ഒന്നില്ലെങ്കിൽ M യൂസ് ചെയ്യുക അല്ലെങ്കിൽ N യൂസ് ചെയ്യുക. വേറെ M and N എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ റെയിൽ ഇൻ മീറ്റേഴ്സ് ആണ്. നമുക്ക് ഇന്ത്യയിൽ M+4 മുതൽ M+7 വരെയാണ് സ്ലീപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കണക്ക് ചെയ്തിട്ടാണ് എത്ര നമ്പർ ഓഫ് സ്ലീപ്പർ അവൈലബിൾ ആണെന്ന് കണ്ടുപിടിക്കാം. ആ കണക്കാണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത് ആണ്. അത് കണ്ടുപിടിക്കാൻ ഇന്ത്യയിൽ സ്ട്രെയിറ്റ് ട്രാക്ക് ആണെങ്കിൽ N+3 മുതൽ N+6 വരെയാണ് സ്ലീപ്പർ ഡെൻസിറ്റി. നമ്മൾ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് കണ്ടുപിടിക്കാം. അത് ചില സമയത്ത് N+4 to N+7 എന്നും കൂടി കാണാറുണ്ട്. എന്തായാലും വലിയ വ്യത്യാസം വരില്ല, നിങ്ങളൊന്ന് നോക്കി വയ്ക്കാം. എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് റെയിൽ ഇൻ മീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് എത്ര ഒരു ബ്രോഡ് ഗേജ് ആണെങ്കിൽ എത്ര ലെങ്ത് ഉണ്ട് അതിനെയാണ് N എന്ന് പറഞ്ഞാൽ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബ്രോഡ് ഗേജ് ആണെങ്കിൽ N എത്രയായിരിക്കും, 12.8 മീറ്റർ ആണല്ലേ സ്റ്റാൻഡേർഡ് ലെങ്ത്ത്. അപ്പോൾ നമുക്ക് സ്ലീപ്പർ ഡെൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ലെങ്ത്ത് N+3, അതായത് 12.8 + 3. ഇവിടെ 4 ആണെങ്കിൽ N+4 ആണെങ്കിൽ 12.8 + 4 ആക്കാം, 12.8 + 6. അപ്പോൾ 15.8 മുതൽ 18.8, നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 16 മുതൽ 19 നമ്പറായിട്ട് കണക്കാക്കാം. അതായത് എന്താ സ്ലീപ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് സ്ലീപ്പർ പെർ റെയിൽ ലെങ്ത്ത്. അതായത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ നമുക്കറിയാം റെയിൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12.8 മീറ്റർ ആണ് ഒരു റെയിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്രയായിട്ട് എടുക്കാം, 13 മീറ്റർ ആയിട്ട് എടുക്കാം. ഈ 13 മീറ്ററിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പർ വേണമെന്നാണ് പറയുന്നത്, 16 അല്ലെങ്കിൽ 19 നമ്പർ ഓഫ് സ്ലീപ്പർ വേണം.
അതിനാണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് സ്ലീപ്പർ പെർ റെയിൽ ലെങ്ത് എന്നാണ് ഡെഫിനേഷൻ. നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ മീറ്റർ ലെങ്ത് എന്നൊന്നല്ല, ഒരു മീറ്ററിൽ എത്രയാണെന്നല്ല. ഡെഫിനേഷൻ എപ്പോഴും തെറ്റാറുണ്ട്, എല്ലാവർക്കും തെറ്റാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത്. ബ്രോഡ് ഗേജ് ആണെങ്കിൽ 12.82 മീറ്ററിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പർ ഉണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n+4 മുതൽ n+7 വരെ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. മിക്ക ടെക്സ്റ്റിലും ഈ നമ്പർ കാണാറുണ്ട്, n+4 മുതൽ n+7 വരെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ 12.8+4 to 12.8+7 ചെയ്യാം. അപ്പോൾ ഇതിൽ എത്രയാവും? 17 മുതൽ 20 വരെ നോക്കും. അതായത് 12.8 മീറ്റർ നീളത്തിൽ 17 മുതൽ 20 സ്ലീപ്പർ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം എന്നാണ് സ്ലീപ്പർ ഡെൻസിറ്റിയുടെ അർത്ഥം. നമ്പർ ഓഫ് സ്ലീപ്പർ പെർ റെയിൽ ലെങ്ത് ഒരിക്കലും തെറ്റാൻ പാടില്ല. ഇനി ബലാസ്റ്റിനെ പറ്റി പഠിക്കാം. ഇറ്റ് ഈസ് എ ലെയർ ഓഫ് ബ്രോക്കൺ സ്റ്റോൺ, ഗ്രേവൽ, മൂറം ഓർ എനി അതർ ഗ്രിറ്റി മെറ്റീരിയൽ പ്ലേസ്ഡ് ആൻഡ് പാക്ക്ഡ് ബിലോ ആൻഡ് അറൗണ്ട് സ്ലീപ്പർ for distributing the load from the sleeper to the formation and for providing drainage as well as giving longitudinal and lateral stability to the track. അതായത് ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ സ്റ്റോണിൻ്റെയോ ഗ്രേവലിൻ്റെയോ ഒരു ലെയറാണ്. അത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യുക? സ്ലീപ്പറിന് താഴെയും സ്ലീപ്പറിന് ചുറ്റുമായിട്ടാണ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ലീപ്പറിൽ നിന്ന് വന്ന ലോഡിനെ ഫോർമേഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും, പിന്നെ ഡ്രെയിനേജ് പർപ്പസിന് ട്രാക്കിൽ വന്ന വെള്ളത്തിനെ ഒഴിവാക്കി കളയാനും, പിന്നെ ട്രാക്കിന് നീളത്തിലും വീതിയിലും ട്രാക്കിനെ പിടിച്ചു നിർത്തുക, സ്റ്റെബിലിറ്റി കൊടുക്കുക എന്ന പർപ്പസാണ് ബലാസ്റ്റിനുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബലാസ്റ്റ് ഫ്ലഡിൽ അങ്ങനെ ചോർന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ വെച്ചിട്ടാണ് ട്രെയിൻ ഗതാഗതം തുടങ്ങുള്ളൂ, റീഓപ്പൺ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അതെന്താ വെച്ചാൽ ബലാസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രെയിനേജ് എന്നുള്ളൊരു പർപ്പസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് ലെവൽ ആൻഡ് ഹാർഡ് ബെഡ് ഫോർ സ്ലീപ്പർ. സ്ലീപ്പറിന് വേണ്ട ലെവലായ ഹാർഡ് ബെഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ബലാസ്റ്റാണ്. സെക്കൻഡ് വൺ, ഹോൾഡ് സ്ലീപ്പർ ഇൻ പൊസിഷൻ. സ്ലീപ്പറിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ബലാസ്റ്റാണ്. തേർഡ് വൺ, ട്രാൻസ്ഫർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ടു വൈഡർ ഏരിയ. സ്ലീപ്പറിൽ നിന്ന് വന്ന ലോഡ് വൈഡർ ഏരിയ ആയിട്ടുള്ള ഫോർമേഷനിലേക്ക് കടത്തി വിടുന്നത് ബലാസ്റ്റാണ്. പ്രൊവൈഡ് ഇലാസ്റ്റിസിറ്റി ടു ദ ട്രാക്ക്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റി. നീളത്തിലും വീതിയിലും ട്രാക്കിനെ സ്റ്റേബിളായിട്ട് പിടിച്ചു നിർത്തുന്നത് ബലാസ്റ്റാണ്. പ്രൊവൈഡ് എഫക്റ്റീവ് ഡ്രെയിനേജ്. ഡ്രെയിനേജ് എഫക്റ്റീവായിട്ട് നടത്തുന്നത് ആരാണ്? ബലാസ്റ്റാണ് അല്ലേ. ആൻഡ് മെയിൻറ്റെയിൻ ലെവൽ ആൻഡ് അലൈൻമെൻറ്റ് ഓഫ് ട്രാക്ക്. ട്രാക്കിൻ്റെ അലൈൻമെൻറ്റ് തന്നെ ലെവൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ബലാസ്റ്റാണ്. ഇതൊക്കെയാണ് ബലാസ്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ നോക്കാം. ഇറ്റ് ഷുഡ് ബി ടഫ് ആൻഡ് ഷുഡ് നോട്ട് ക്രംബിൾ അണ്ടർ ഹെവി ലോഡ്. ഇത് ടഫ് ആയിരിക്കണം, ഹാർഡ് ആയിരിക്കണം, പിന്നെ എന്താ, ലോഡ് വരുമ്പോൾ ക്രംബിൾ ചെയ്ത് പോരുത്, പൊടിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇറ്റ് ഷുഡ് ബി ക്യൂബിക്കൽ ഷേപ്പ് ആൻഡ് ആംഗുലർ ഷേപ്പ് വിത്ത് ഷാർപ്പ് എഡ്ജസ്. ഇതിന് ആംഗുലർ അല്ലെങ്കിൽ ക്യൂബിക്കൽ ഷേപ്പാണ് ഉണ്ടാവേണ്ടത്, ഷാർപ്പ് എഡ്ജ് വേണം. പിന്നെ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ബി നോൺ പോറസ് ആൻഡ് നോൺ വാട്ടർ അബ്സോർബ്. വെള്ളത്തിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ പാടില്ല, വെള്ളത്തിനെ ഒഴിവാക്കി കളയാനുള്ളൊരു ഇത് വേണം. അതായത് വെള്ളത്തിനെ വലിച്ചെടുക്കുന്ന ഒരു മെറ്റീരിയൽ ആവരുത്. ഇറ്റ് ഷുഡ് നോട്ട് മേക്ക് ട്രാക്ക് ഡസ്റ്റി ഓർ മഡ്ഡി. ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് ഒന്നില്ലെങ്കിൽ ഡസ്റ്റി അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ചെളിയായിട്ടുള്ള ഒരു പ്രതലമൊന്നും ക്രിയേറ്റ് ചെയ്യരുത്. ഇറ്റ് ഷുഡ് ഓഫർ റെസിസ്റ്റൻറ്റ് ടു അബ്രാഷൻ ആൻഡ് വെതറിങ്. അതായത് പൊടിഞ്ഞു പോവേ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല, തേയ്മാനൊന്നും അതിനും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ്. കുറച്ചും കൂടി ഉണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി കെമിക്കൽ റിയാക്ഷൻ വിത്ത് റെയിലായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനും ഒന്നും പാടില്ല, സ്ലീപ്പറായിട്ടൊന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി എന്താ വെച്ചാൽ പ്രോപ്പർ ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം. പിന്നെ അത് നെക്സ്റ്റ് പോയിന്റ് നോക്കി വയ്ക്കുക. ദ സൈസ് ഓഫ് സ്റ്റോൺ ബലാസ്റ്റ് ഷുഡ് ബി 5 സെൻറ്റിമീറ്റർ ഫോർ വുഡൻ സ്ലീപ്പർ. സ്റ്റോൺ ബലാസ്റ്റിൻ്റെ സൈസ് 5 സെൻറ്റിമീറ്റർ ആണ് വുഡൻ സ്ലീപ്പറിലാണെങ്കിൽ, 4 സെൻറ്റിമീറ്റർ ഫോർ മെറ്റൽ സ്ലീപ്പർ ആണെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആണ്. ടേൺ ഔട്ട് ആൻഡ് ക്രോസ് ഓവേഴ്സിലൊക്കെ 2.5 സെൻറ്റിമീറ്റർ സൈസുള്ള ബലാസ്റ്റ് വേണം യൂസ് ചെയ്യാൻ. ചീപ്പായി അവൈലബിൾ ആവണം. ബലാസ്റ്റ് ഒക്കെ വളരെ കോസ്റ്റ്ലി ആയാൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ, കുറേ കിലോമീറ്ററോളം ലെങ്ത് നമുക്ക് ഉപയോഗിക്കണം. ഇനി അടുത്താണ് ടൈപ്സ് ഓഫ് ബലാസ്റ്റ്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക? ബ്രോക്കൺ സ്റ്റോൺ ഉപയോഗിക്കും, സാൻഡ് ഉപയോഗിക്കും, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, അതൊരു മാനുഫാക്ചറിൽ വരുന്ന ഒരു ഐറ്റമാണ്, സ്റ്റീലിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഫ്റ്റ് അഗ്രിഗേറ്റ്, മൂറം, കങ്കാർ, ബ്രിക്ക്, ബലാസ്റ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നോക്കാം, ബ്രോക്കൺ സ്റ്റോൺ എല്ലാവരും കണ്ടിട്ടുണ്ട്, കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ഗ്രേവൽ ഇതാ കണ്ടിട്ടുണ്ടാവും. ആഷസ് അങ്ങനെ പൊതുവേ യൂസ് ചെയ്യാറില്ല. സാൻഡ് യൂസ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. മൂറം സാധാരണ സെലക്റ്റീവ് എർത്താണ്. കങ്കാർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ലൈമിൻ്റെ ഇംപ്യൂർ ഫോമാണ്. ബ്രിക്ക്, ബലാസ്റ്റ്, പിന്നെ സെലക്റ്റഡ് എർത്ത്, അവിടെ തന്നെയുള്ള മണ്ണിനെയാണ് സെലക്റ്റഡ് എർത്ത്. അത് നല്ലതാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ബ്രോക്കൺ സ്റ്റോൺ.
ഇന്ത്യൻ റെയിൽവേയിൽ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് ബ്രോക്കൺ സ്റ്റോൺ ആണ്. നമ്മൾ എവിടെ പോയാലും ബ്രോക്കൺ സ്റ്റോൺ ആണ് ബലാസ്റ്റ് ആയിട്ട് കാണാം അല്ലേ. അത് നമ്മൾ ഗ്രാനൈറ്റിൽ നിന്നും ക്വാർട്സൈറ്റിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന ഹാർഡ് സ്റ്റോൺ ആണ് ബ്രോക്കൺ സ്റ്റോൺ. എക്കണോമിക്കൽ ഇൻ ലോങ് റൺ, വളരെ ലോങ് റണ്ണിലേക്ക് എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് സാൻഡ്. ചീപ്പാണ്, ഗുഡ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സാൻഡ്. പക്ഷേ സാൻഡിന് യൂസ് ചെയ്യണ കണ്ടീഷൻ ആലോചിച്ച് വെക്കുക. നാരോ ഗേജ് ട്രാക്കിലാണ് സാൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കേസും കൂടിയും പഠിച്ചു വെക്കുക. കാസ്റ്റ് അയൺ സ്ലീപ്പർ ആണെങ്കിൽ നമുക്ക് സാൻഡ് യൂസ് ചെയ്യാം. അതിൽ എഴുതിയിട്ടില്ല. കാസ്റ്റ് അയൺ സ്ലീപ്പർ ആണെങ്കിൽ നമുക്ക് സാൻഡ് ബലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇറ്റ്സ് ബ്ലോയിങ് എഫക്ട് ഡ്യൂ ടു വൈബ്രേഷൻ. അതിനൊരു ഇതുണ്ട്. ദ സാൻഡ് ഗെറ്റ്സ് ഇൻ ടു മൂവിങ് പാർട്ട് ആൻഡ് ഓൺ ട്രാക്ക് ഹെവി വെയറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സാൻഡ് ബലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു പിക്ക് കണ്ടോ. സാൻഡാണ് ഇവിടെ ബലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നാരോ ഗേജ് ആയിരിക്കണം. പിന്നെ കാസ്റ്റ് അയൺ സ്ലീപ്പർ ആകുമ്പോഴാണ് നമ്മൾ സാൻഡ് ബലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. നെക്സ്റ്റ് വൺ ആണ് ബ്ലാസ്റ്റ് ഫർണസ് ലാഗ്. അതൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അത് യാർഡിലും സൈഡിങ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത്തരം ബലാസ്റ്റ് ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആണ്, കൊറോസീവ് ആണ്. പക്ഷേ അത് അപ്പോൾ ഹാംഫുൾ. സ്റ്റീലാണ് സ്ലീപ്പർ എന്ന് വെച്ചാൽ ഹാംഫുൾ ആണ്. പിന്നെ അടുത്താണ് മൂറം. നമ്മൾ ഫിഗറിൽ കണ്ടല്ലോ, ഒരു സെലക്റ്റഡ് എർത്താണ്. റെഡ്, യെല്ലോ കളറിലൊക്കെ അവൈലബിൾ ആണ്. ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ ബ്ലാങ്കറ്റിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആണ്, കൊറോസീവ് ആണ്. പക്ഷേ ഹാംഫുൾ, സ്റ്റീൽ സ്ലീപ്പറിൽ ഹാംഫുൾ ആണ്. നമ്മൾ ബലാസ്റ്റിൻ്റെ സൈസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സൈസ് ഏകദേശം 1.9 സെൻറ്റിമീറ്റർ മുതൽ 5.1 സെൻറ്റിമീറ്റർ വരെയാണ് സൈസ് ഉള്ളത്. ദ ബെസ്റ്റ് ബലാസ്റ്റ് ഈസ് ദാറ്റ് വിച്ച് കണ്ടെയ്ൻസ് സ്റ്റോൺ വേരിയിങ് ഇൻ സൈസ് ഫ്രം ഈ പറഞ്ഞ സൈസ് വിത്ത് റീസണബിൾ പ്രൊപ്പോർഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് സൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വുഡൻ സ്ലീപ്പർ ആണെങ്കിൽ 5.1 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ, സ്റ്റീലാണെങ്കിൽ 3.8 ഓർ 4 സെൻറ്റിമീറ്റർ, ടേൺ ഔട്ട്സ് ആൻഡ് ക്രോസിങ്സിലൊക്കെ 2.54 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ബലാസ്റ്റിൻ്റെ, അതായത് ആ അഗ്രഗേറ്റിൻ്റെ സൈസ് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗുഡ് ബലാസ്റ്റിന് 1.9 സെൻറ്റിമീറ്റർ മുതൽ 5.1 അല്ലെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 2 സെൻറ്റിമീറ്റർ മുതൽ 5 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവും സൈസ്. ഇനി നമുക്ക് ബലാസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാം. വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് ഞാൻ പറഞ്ഞതിൻ്റെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ തന്നെ. വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജിന് 3.35, മീറ്റർ ഗേജിന് 2.2 ഇഞ്ച്, നാരോ ഗേജ് 1.83. ഡെപ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. 20 to 25 സെൻറ്റിമീറ്റർ, 50 to 20 സെൻറ്റിമീറ്റർ. ഇതൊന്ന് എഴുതി വെച്ച് വേഗം. ഇതാണ് ഡയമെൻഷൻ ഓഫ് ബലാസ്റ്റ് കാണിക്കാനുള്ളൊരു ഇത്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ബലാസ്റ്റിൻ്റെ സ്ലോപ്പ് ഏകദേശം 1.5:1 വേണം, അല്ലെങ്കിൽ 1:1 കൊടുക്കാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ലെങ്ത് ഓർ വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് എന്താണ്. നിങ്ങൾ ആദ്യം തന്നെ ഫിഗർ നോക്കി വയ്ക്കുക. ഗേജ് എന്താ, റെയിൽ എന്താ, ബലാസ്റ്റ് ഷോൾഡർ എന്താ, സ്ലീപ്പർ എന്താണ്, ഫോർമേഷൻ വിഡ്ത്ത് എന്താണ്, കണ്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ ഒരു ടേബിൾ പഠിച്ചില്ലേ, അത് എന്താണെന്ന് പറഞ്ഞത്, അത് വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് ആണ്. അതായത് വിഡ്ത്ത് അഥവാ ലെങ്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയാം. അതായത് ഇവിടം തൊട്ടല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതിനെയാണ് ലെങ്ത് അഥവാ വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ 335 നമ്മൾ നോക്കി വെച്ചില്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് കേട്ടോ. അതായത് ആ സ്ലോപ്പ് തുടങ്ങണത് അത് എവിടെയും വരെയാണോ അതിനെയാണ് ലെങ്ത് അഥവാ വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയാം. ഇനി ഡെപ്ത് ഓഫ് ബലാസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കണം. ഡെപ്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പറിൻ്റെ താഴത്തും തൊട്ട് ഫോർമേഷൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ളതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറഞ്ഞത്. 200 എന്നൊക്കെ പഠിച്ചില്ലേ, 200 mm, 183 mm എന്നൊക്കെ പഠിച്ചത്. അതാണ് ഈ ഡെപ്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് 1:1 ആവാം, അല്ലെങ്കിൽ 1.5:1 ആവാം. ഇതാണ് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത്. ഇനി ഒരു കാര്യം അറിയേണ്ടത്, മിനിമം സ്പേസിങ് ബിറ്റ്വീൻ 2 സ്ലീപ്പർ. ഇപ്പോൾ ഇവിടെ ഒരു സ്ലീപ്പർ ഉണ്ട്, ഇനി ഇവിടെ ഒരു സ്ലീപ്പർ ഉണ്ടാവും അല്ലേ. റെയിൽ ഇങ്ങനെ മൂവ് ചെയ്യല്ലേ, റെയിൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യണത്. സ്ലീപ്പേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, ഈ 2 സ്ലീപ്പർ തമ്മിലുള്ള സ്പേസിങ് മിനിമം എത്രയാണ്? 30 സെൻറ്റിമീറ്റർ വേണം. 30 മുതൽ 35 സെൻറ്റിമീറ്റർ വരെയാണ് ഇവർ തമ്മിലുള്ള സ്പേസിങ് വേണ്ടത്. ഇത്രയും കൂടിയായി നമ്മുടെ ബലാസ്റ്റ് എന്നുള്ള ഒരു ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് ലെങ്ത് ഓർ വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് കേട്ടോ. പിന്നെ ഡെപ്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്പറിൻ്റെ താഴത്ത് തൊട്ട്, അത് ഇവിടെ നിന്നാന്ന് വിചാരിക്കരുത്, സ്ലീപ്പറിൻ്റെ മുകളിൽ നിന്നാന്ന് വിചാരിക്കരുത്. സ്ലീപ്പറിൻ്റെ അടിഭാഗം തൊട്ട് ഫോർമേഷൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ള ഇതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുക. ടേബിളിലത്തെ വാല്യൂ ഇനി ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ മിനിമം സ്പേസിങ് ബിറ്റ്വീൻ 2 സ്ലീപ്പർ എന്ന് പറയുന്നത് 30 മുതൽ 35 സെൻറ്റിമീറ്റർ വരെയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഡൗട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.